സാർ നമസ്കാരം. നമസ്കാരം. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വയനാടിൻ്റെ ദുരന്തം തന്നെയാണ്. ഒരു ദുരന്തം കഴിഞ്ഞു വീണ്ടും 2 വർഷം പിന്നിടുന്നതിന് മുൻപ് തന്നെ അടുത്തൊരു ദുരന്തമായി വയനാട് മാറുന്നു. തീരാത്ത കണ്ണുനീരായി, കേരളത്തിൻ്റെ തീരാത്ത ഒടുങ്ങാത്ത കണ്ണുനീരായി വയനാട് വിശേഷിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും സങ്കടകരം തന്നെയാണ്. ഇന്നിപ്പോൾ 4-ാം ദിവസമാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾക്കുള്ള തിരച്ചിലുകൾ നടക്കുന്നത്. ഇന്നലെ തെല്ലൊരു ആശ്വാസമുണ്ടായിരുന്നു. കാലാവസ്ഥയിൽ മഴ അല്പമൊന്ന് ശമിച്ചപ്പോൾ ഊർജിതമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ദുരന്തഭൂമിയിലെത്തി അവർ കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചില അവലോകനങ്ങൾ നടത്തുകയും പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിലപാടുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിന്, അതായത് മേപ്പാടി കള്ളാടി പ്രദേശത്ത് നിന്നും കോഴിക്കോട് ആനക്കാംപൊയ്യ വരെ നീണ്ടുപോകുന്ന ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരമുള്ള ആ ഒരു തുരങ്കപാത, അല്ലെങ്കിൽ 40 കിലോമീറ്റർ ദൂരം ലാഭിക്കുന്നതിന് വേണ്ടി 20 കിലോമീറ്ററായി ലാഭിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഈ തുരങ്കപാതയുടെ നിർമ്മാണം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാരിൻ്റെ പ്രസ്റ്റീജ് പ്രോഗ്രാമായി, പ്രൊജക്റ്റായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇരട്ട തുരങ്കപാത അവിടെ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെയാണ് അതിൻ്റെ പരിസ്ഥിതി പഠനങ്ങളും അല്ലെങ്കിൽ ഭൗമ പഠനങ്ങളുമെല്ലാം നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അത്തരം രേഖകളൊന്നും ലഭ്യമല്ല. കസ്തൂരിരംഗനും അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിലും പശ്ചിമഘട്ട മലനിരകളിൽ ഒരു കാരണവശാലും ഇത്രത്തോളം നിർമ്മിതികൾ പാടില്ല. അവിടെ ഭൂമിയുടെ കിടപ്പനുസരിച്ച്, മണ്ണിൻ്റെ പ്രത്യേകത അനുസരിച്ചല്ലാതെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും പാടില്ല. സമുദ്രത്തിന് സമാന്തരമായി നിലകൊള്ളുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മണ്ണിൻ്റെ പ്രത്യേകത തന്നെ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഒന്നും ഇണങ്ങാത്ത രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള നിർമ്മിതികൾ പാടില്ല, ഒരു മഴക്കുഴി പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്താണ്, അതും മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ പോലുള്ള വലിയ ദുരന്തങ്ങൾ അനുഭവങ്ങളായി കൺമുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും തുരങ്കപാതയുമായി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയത്. പണി ഏതാണ്ട് പകുതിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അന്ന് കരാറിൽ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും പിണറായി വിജയനുമെല്ലാം ചൂണ്ടിക്കാണിച്ചത്. പാത തുരന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മണ്ണും പാറകളും അങ്ങനെ അടങ്ങിയ അവശിഷ്ടങ്ങൾ കൃത്യമായി ഒരു സ്ഥലത്ത് ഡംപ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അത് ഡംപ് ചെയ്യുന്നതിന് വേണ്ടി 8 ഏക്കർ സ്ഥലവും കൂടാതെ ഒരു 3 ഏക്കർ സ്ഥലം കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭൂമിയിലാണ് ഇത് ഡംപ് ചെയ്യുക എന്നാണ് അന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഈ മാലിന്യങ്ങൾ അല്ലെങ്കിൽ കുമിഞ്ഞുകൂടുന്ന ഈ മണ്ണും പാറയും എവിടെ നിക്ഷേപിക്കും എന്നുള്ളതായിരുന്നു. അതിന് ഉത്തരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അങ്ങനെയാണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ തുരങ്കപാത നിർമ്മിച്ചതിൽ നിന്നും ഉണ്ടായിരുന്ന ആ മണ്ണും പാറയും കൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് മഴ പെയ്തപ്പോൾ കുത്തിയൊലിച്ച് മലയിടിഞ്ഞു വന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ, ഈ സർക്കാർ ഡംപ് ചെയ്യാൻ വേണ്ടി അനുവദിച്ച 8 ഏക്കർ എവിടെയാണ്, 3 ഏക്കർ എവിടെയാണ്, അങ്ങനെ 11 ഏക്കർ എവിടെയാണ്, എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മണ്ണ് മാറ്റിയിടാതിരുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. തുരങ്കം നിർമ്മിക്കുമ്പോൾ മണ്ണ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികൾക്കാണ്, കോൺട്രാക്റ്റാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നിയമസഭ കൂടിയപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മുന്നിൽ ഒരു ഹർജി എത്തിയിട്ടുണ്ടായിരുന്നു, ഒരു താല്പര്യ ഹർജി എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വയനാട് തുരങ്കപാത നിർമ്മിക്കുമ്പോൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണും പാറയും ഡംപ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം അനുവദിക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ്. അതായത് നേരത്തെ സർക്കാർ അനുവദിച്ച 8 ഏക്കറും 3 ഏക്കറും നിറഞ്ഞു കവിഞ്ഞതിനാലല്ല ഈ വീണ്ടും ഭൂമി അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് വി ഡി സതീശന് കുറിപ്പ് കൊടുത്തത്. അങ്ങനെ ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് തീർച്ചയായും ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും എല്ലാം കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ട് തങ്ങളുടെ സർക്കാരിൻ്റെ നേട്ടം ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ചെയ്ത ഈ കൊടും ക്രൂരതയല്ലേ ഇപ്പോൾ ഇന്ന് നാം അനുഭവിച്ചത്. വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മനസാക്ഷിയിൽ നിന്ന് ഉയരുന്ന ചോദ്യം. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ, ഒരു പരിസ്ഥിതി സ്നേഹി എന്ന രീതിയിൽ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രതിഭയും മണ്ണ് മാറ്റൽ, അത് പാലം പണിയുമ്പോഴാണെങ്കിലും, കായലിന് ആഴം കൂട്ടുമ്പോഴാണെങ്കിലും, അല്ല മറ്റെവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ഏത് മേഖലയിലും അവിടെ പണിയാൻ വേണ്ടി ട്രഞ്ചെടുക്കുകയോ ഏതെങ്കിലും കാരണത്തിന് കുഴികൾ എടുക്കുകയോ ചെയ്യുമ്പോൾ അവിടുന്ന് മണ്ണ് മാറ്റുക എന്നൊരു വലിയ കലാപരിപാടിയുണ്ട്. റോഡ് പണിയുമ്പോഴും ഒക്കെ ഉണ്ട്.
ഏറ്റവും കൂടുതൽ ഇവിടെ കല്ല് മാറ്റിയത് അല്ലെ തുരങ്കങ്ങൾ നിർമ്മിച്ചത് കൊങ്കൺ റെയിൽവേ പണിയുന്ന സമയത്താണ്. അത് മുൻകൈ എടുക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്ത് ഒരു മലയാളിയാണ്, യു ശ്രീധരനാണ്. ഭാഗ്യവശാലം അദ്ദേഹം സംഖ്യയാണെന്നാണ് പറയുന്നത്. അതെനിക്കും അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ മറ്റ് ജനറ്റിക് കോഡൊന്നും അറിയത്തില്ല. പക്ഷേ ഇന്നും സാമാന്യം സുരക്ഷിതമായി തന്നെ കൊങ്കൺ റെയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. മെട്രോ ഇതുവരെ കുഴപ്പമില്ല, അത് പോകുന്നുണ്ടല്ലോ. ഇതുവരെ പുതിയ പണിയുന്ന സ്ഥലങ്ങൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു കാത്തിരുന്ന് കാണാം. അപ്പം അത് കൂടാതെ ഈ മണ്ണ് മാറ്റുന്നതിൻ്റെ സാമ്പത്തിക ലാഭമുണ്ട്, രാഷ്ട്രീയ ലാഭമുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കൂടിയാണിത്. ഇപ്പം മേപ്പാടി തുരങ്കത്തിന് വേണ്ടി മണ്ണ് മാറ്റി ഒരു 1000 മെട്രിക് ടൺ അല്ലെ 10000 മെട്രിക് ടൺ മണ്ണ് മാറ്റി. അത് അവരുടെ മണ്ണ് മാറ്റാൻ എസ്റ്റിമേറ്റിൽ മണ്ണ് മാറ്റാനൊരു ചിലവുണ്ട്. ഒരു 2 കോടി രൂപ അല്ലെങ്കിൽ 5 കോടി രൂപ ഇത്രയും മണ്ണ് മാറ്റാനായിട്ട്, പാറയും മണ്ണും ഒക്കെ മാറ്റാൻ 5 കോടി രൂപ. ഓക്കെ, ഇതാര് കൊടുക്കണം? ഇത് സർക്കാർ കൊടുക്കണം. അപ്പോൾ 5 കോടി രൂപ മണ്ണ് മാറ്റാൻ വേണ്ടി മാത്രമായിട്ട് സർക്കാർ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത് ഈ മണ്ണ് മാറ്റിയത് ഡംപ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം, അവിടെ ഇട്ടാക്കാൻ പറ്റുകയില്ലല്ലോ. അതിന് ആ ചിലവും ഈ എസ്റ്റിമേറ്റിൽ വരികയാണ്. അവിടുന്ന് മണ്ണ് മാറ്റുന്നതിനുള്ള ചിലവും കൂടെ എസ്റ്റിമേറ്റ് വരികയാണ്. ഇതൊക്കെ ഈ എസ്റ്റിമേറ്റിൽ ഈ ചിലവുകളെല്ലാം വന്നു കഴിയുമ്പോഴും അപ്പോഴൊന്നും സംഭവം നടക്കുന്നില്ല. മണ്ണ് മാറ്റുന്ന പരിപാടി നടക്കുന്നില്ല. അതിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ സ്ഥലം കാണും, എവിടെയെങ്കിലും കുറച്ച് മണ്ണ് കൊണ്ടിട്ടേക്കും, എല്ലാം ഉണ്ടാവും. ഇത് ലാസ്റ്റ് സ്റ്റേജുണ്ട്. പണിയെല്ലാം തീർന്ന് അതിലൂടെ വാഹന ഗതാഗതമൊക്കെ തുടങ്ങുന്നതിന് ഏതാനും മാസം മുമ്പോ ഒരു വർഷം മുമ്പോ ഈ മണ്ണ് വിൽക്കാൻ പറ്റും. ഭയങ്കര ഭീമമായ വിലയ്ക്ക് പാടം നികത്തുന്നവരും ഭൂമി നികത്തുന്നവരും കയ്യേറ്റക്കാർക്കൊക്കെ ഈ മണ്ണ് ആവശ്യമുണ്ട്, കെട്ടിടം പണിയുന്നവർക്കൊക്കെ. അപ്പോൾ ഈ മണ്ണ് വിലയ്ക്ക് കൊടുക്കും, മാറ്റുകയല്ലേ ചെയ്യുന്നത്. മേപ്പാടി തുരങ്കത്തിൽ നിന്നും വാരിയെടുത്ത മണ്ണ് രണ്ടാമത് കച്ചവടം ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ മണ്ണ് മാറ്റാതെ ഇവിടെ ഇട്ടിരുന്നത്. ലാസ്റ്റേ മാറ്റാൻ പോയി, എല്ലാം കൂടെ മാറ്റുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ മാറ്റാൻ എന്തുമാത്രം ഉണ്ടെന്ന്. കോടിക്കണക്കിന് രൂപയ്ക്ക് മണ്ണും വിൽക്കും. മണ്ണ് എടുക്കുന്നതിന് കാശ് കിട്ടി, ആ മണ്ണ് വിൽക്കുന്നതിനും കാശ് കിട്ടി, പുറം പാർട്ടിക്ക് കിട്ടുകയാണ്, ഒന്നുമില്ലാതെ. അപ്പോൾ ഇത്തരം ഒരുതരം കൊടുക്കൽ വാങ്ങലിൻ്റെ തത്വശാസ്ത്രമാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് പല സ്ഥലത്തും അനുഭവം കൊണ്ട് പറയുന്നതാണ്. നേരിട്ടറിയാവുന്ന കാര്യമുണ്ട്. വക്കൻകായലൊക്കെ ഡ്രഡ്ജിങ്ങിന് എന്താ സംഭവിച്ചതെന്നും ഒരു എഞ്ചിനീയറും ഒരു മുനിസിപ്പൽ ചെയർമാനും മാറിക്കഴിഞ്ഞപ്പം ഡ്രഡ്ജിങ്ങിന് പകരം അവിടെ ഒന്നാന്തരം കായൽ തീരത്തല്ല ഒന്നാന്തരം ഒരു പാർക്കുണ്ടായി. ഈ മണ്ണ് കൊടുക്കുന്നതായിട്ട് കാണിക്കാതെ പാർക്കിന് വേണ്ടി അവിടെ ഭൂമി നികത്തി പാർക്കാക്കിയത്. നേരത്തെ ഇരുന്നവരെല്ലാം ഈ മണ്ണ് അവിടെ നിന്ന് വാരിന്നും മണ്ണ് മാറ്റാൻ കാശ്, വാരുന്നതിന് കാശ്, ഇതേ രീതിയിൽ തന്നെയാണ് അവിടെയും ചെയ്തിരുന്നത്. വക്കൻകായലിൽ പോലും ബോട്ടിയുടെ അടുത്ത് ഇന്നും ആ പാർക്ക് അവിടെ ഉണ്ടല്ലോ. ഇന്നും ആ പാർക്ക് അവിടെയുണ്ട്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ, അതൊരു ഹരികുമാർ എന്ന മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹം CPM കാരനായിരുന്നു. അങ്ങനെ CPM-ൽ അങ്ങനെയുള്ളവരും ഉണ്ട്. ഉദാഹരണം പറയുന്നത്. അപ്പോൾ PK മേനോനായിരുന്നു പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ. അപ്പോൾ ഇവരൊക്കെ കാശ് വേണ്ട, ഇവർ രണ്ടുപേരും കാശ് മേടിക്കാത്തവരായിരുന്നു. അപ്പോൾ ഇവരുടെ അല്ലെങ്കിൽ കാശ് മേടിക്കുന്നൊരു ചെയർമാനായിരിക്കുന്നെങ്കിൽ അപ്പോഴേ ശരിയുടെ മണ്ണ് മറ്റവന് കൊടുത്ത കാര്യം കാശിങ്ങ് മേടിച്ചു, മണ്ണ് മാറ്റുന്നതിൻ്റെ ചിലവ് ഞങ്ങൾ ഇവിടെ നന്നാകാം. അല്ല, ഇച്ഛാശക്തിയും ഭാവനയും സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. അതിന് ഉദാഹരണമാണല്ലോ ഇതെല്ലാം. അപ്പം മേപ്പാടിയിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അതിൻ്റെ എങ്ങനെയെങ്കിലും പണി തുടങ്ങി, തുരങ്കപാത ഇവിടെ വരുന്നു, വയനാട്ടുകാർക്ക് ഞങ്ങളുടെ സമ്മാനം, ഇലക്ഷൻ സമ്മാനം കിറ്റ്, വയനാട്ടുകാർക്ക് ഇത്തിരി ഇമ്മിണി വലിയ കിറ്റ് തുരങ്കത്തിൻ്റെ രൂപത്തിൽ കൊടുത്തേക്കാവുന്ന റിയാസും അമ്മായിയപ്പനും കൂടെ തീരുമാനിച്ചപ്പോൾ ഉണ്ടായതാണ് ഈ മേപ്പാടി തുരങ്കപാത. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീടുണ്ടാകുന്നതാണ് ദുരന്തം, നിരപരാധികളുടെ ജീവൻ കുരുതി കൊടുക്കുന്ന പരിപാടി. ഇത് വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന് തന്നെ തുരങ്കം വയ്ക്കുന്നൊരു പാതയായി മാറിയില്ലേ ഈ തുരങ്കം? അല്ല, വയനാട്ടിലെ ജനങ്ങൾക്ക് ജീവിതം ആർക്ക് പ്രശ്നം? എന്താ ചൂരൽമല ഉണ്ടായിട്ട് എന്ത് പറ്റി? അവിടെയൊക്കെ കെട്ടിടം പണിയുന്ന കാര്യത്തിൽ എന്ത് പറ്റി? എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടെ പറയുന്നത്. അതിൻ്റെ ദുരിതാശ്വാസ ഫണ്ടെന്ന രീതിയിൽ കോടികൾ പിരിച്ചു, അതിൽ വരെ തട്ടിപ്പ് ആരോപിക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു കാര്യമായി മുന്നോട്ട് പോകുന്നത്. വികസനം ഒരു കാരണവശാലും ആരും വികസനത്തിനെതിരല്ല. ഇപ്പോൾ 40 കിലോമീറ്റർ ദൂരം 20 കിലോമീറ്ററാക്കി കുറച്ച് സഞ്ചരിക്കാൻ നമുക്ക് സുഗമമായ പാതയുണ്ടാകുന്നത് സ്വാഗതാർഹം. പക്ഷേ അവിടെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഒരു മഴക്കുഴി പോലും എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുകൂടി തെളിച്ച് പറയുകയാണെങ്കിൽ തേങ്ങാപ്പിണ്ണാക്കിന് സമാനമായ മണ്ണ് ഏത് നിമിഷവും ഈർപ്പമുണ്ടായിക്കഴിഞ്ഞാൽ കുതിർന്ന് ചാടും, ഒപ്പം പാറയും. ഇത്തരം ഒരു പ്രത്യേകതയുള്ള ഭൂവിഭാഗത്തിൽ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർമ്മിതി നടത്തിയത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല.
കേന്ദ്ര സർക്കാരിൽ നിന്ന് 2 ഭാഗമായിട്ടാണ് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെയും എല്ലാം ഈ അനുമതി കിട്ടിയതെന്ന് പറയുന്നു. അത് ഇവിടെ നിന്ന് കൊടുത്ത ആ DPRന്റെ അടിസ്ഥാനത്തിലാണ് ലഭിച്ചതെന്ന് പറയുമ്പോൾ ആരാണ് അത് തയ്യാറാക്കിയത്? പരിസ്ഥിതി മന്ത്രാലയം ഇവിടെ നിന്ന് തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ട് ആരാണ് തയ്യാറാക്കിയത്? ആ റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണ്? പരിശോധിക്കാൻ പബ്ലിക്കിന് കിട്ടുന്നില്ല. അപ്പോൾ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക, ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇത് ഇന്ന തീയതിക്കുള്ളിൽ നടപ്പാക്കണം എന്ന തീരുമാനമെടുക്കുക, എന്നിട്ട് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുക. ഇത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തീർച്ചയായും ഇതിൽ ജനങ്ങളെ കരുതിക്കൂട്ടി കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നു. വലിയ വലിയ അനാസ്ഥ കാണിച്ചിരിക്കുന്നു. കരാറുമായി ബന്ധപ്പെട്ട് മണ്ണ് നീക്കം ചെയ്യുന്നതിന് അനുവദിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം പോലും അവർക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിൽ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കിട്ടിയ കുറിപ്പ്. കാരണം ഈ തുരങ്കപാത നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റം ചെയ്യപ്പെടുന്ന മണ്ണും പാറയും നീക്കാൻ സ്ഥലം അനുവദിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം ഇവർ ഈ നിർമ്മാണം തുടങ്ങുമ്പോൾ മുതലുള്ള മണ്ണും പാറയും എവിടേക്ക് മാറ്റിയിരിക്കുന്നു? അക്ഷരാർത്ഥത്തിൽ ആ മണ്ണും പാറയും തന്നെയല്ലേ ഇപ്പോൾ കുത്തിയൊലിച്ച് വന്നിരിക്കുന്നത്. ഇതിനാരാണ് ഉത്തരവാദി? ഇതിൻ്റെ ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യങ്ങൾ നീണ്ടു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെടുന്നത്. എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കാം. ഞാൻ മാറ്റണമെന്ന് പറഞ്ഞതാണ്, ഇത്രാം തീയതി മാറ്റണമെന്ന് പറഞ്ഞു, അത് മാറ്റിയില്ല, അതിൻ്റെ കുഴപ്പമാണോ? അല്ല, അങ്ങനെ പറഞ്ഞു ഒഴിയാവുന്ന കാര്യമല്ലല്ലോ സാർ ഇത്. കാരണം കൃത്യമായ ഉത്തരവുകൾ ഇറങ്ങുന്നു. ജനോപകാരപ്രദമായ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങളിൽ ഇത് ഇന്നത് പാടില്ല, മൺസൂൺ കാലമായിട്ടോടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണം, പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിവെക്കുമ്പോൾ മണ്ണ് എത്രയും വേഗം അവിടെ നിന്ന് മാറ്റണമെന്ന് ജില്ലാ കളക്ടർ, പരിസ്ഥിതി വിഭാഗത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് ജില്ലാ കളക്ടർ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് മാറ്റിയില്ല? അങ്ങനെ ആ ഉത്തരവിനെ അവർ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വേറെയുണ്ടല്ലോ. എന്തുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. ആർക്ക് തെറ്റുപറ്റി എന്നതിലുപരി ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ 7 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. അവിടെ ഒരു പരിസരവാസിയായ ഒരു ചേട്ടൻ പറഞ്ഞത്, അവിടെ താഴെ ചായക്കട നടത്തുന്ന, മീനാക്ഷി പാലത്തിനടുത്ത് ചായക്കട നടത്തുന്ന ഒരു ചേട്ടൻ പറഞ്ഞത്, ഈ മണ്ണിടിയുന്ന സമയത്ത് അവിടെ സൈറ്റിൽ ഏതാണ്ട് 30ഓളം പേരുകളുണ്ടായിരുന്നു. അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ 30ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ആളുകളൊക്കെ 5-6 ആളുകൾ ഓടി രക്ഷപ്പെട്ട് കാണാം, ബാക്കി എല്ലാവരും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ കണ്ടെത്താത്ത മൃതദേഹങ്ങൾ ഇനിയും കാണാം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് മരണസംഖ്യ വിലയിരുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭീതിതമായ ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാരണവശാലും മരണസംഖ്യ കുറച്ച് കാണിച്ചുകൊണ്ട് അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ച് കാണിക്കാൻ ഇപ്പോഴത്തെ സർക്കാരിന് സാധിക്കില്ല. മുൻ സർക്കാർ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൊരു ഏറ്റവും മറ്റൊരു പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഏത് പരിസ്ഥിതിയിലും PWD കോൺട്രാക്റ്റുകൾ, താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു രക്ഷപ്പെടാനൊരു പഴുത് എന്ന് പറയുന്നത്, എല്ലാ എഗ്രിമെൻറ്റുകളിലും കാണുന്ന ഒരു പ്രത്യേക വിശേഷ വകുപ്പുണ്ട്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ, കോൺട്രാക്റ്റ് എടുക്കുന്നതിനെ കൊണ്ട് ഒപ്പിടിക്കുന്ന തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ വർക്ക് താമസിക്കുകയോ മറ്റ് നഷ്ടങ്ങളുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാനും കൂടെ സർക്കാർ ബാധ്യസ്ഥരാണ്. തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ, ഈ തങ്ങളുടേതല്ലാത്ത കാരണം എന്ന് തീരുമാനിക്കുന്നേരാ. ഒരു മഴ പെയ്തു, ഭയങ്കര മഴ പെയ്തു, ഒരു സ്ഫോടനം ഉണ്ടായി, ഒരു ചെറിയ ഭൂമികുലുക്കം അപ്പോൾ ഇതെല്ലാം തങ്ങളുടേതല്ലാത്ത കാരണം എന്ന് പറയാൻ 100 അടുപ്പിച്ചിട്ട് 3 ദിവസം മഴ പെയ്താൽ മതി, ഒരു കാരണമായി. തങ്ങളുടേതല്ലാത്ത കാരണം, അതുകൊണ്ട് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് തുക കൂട്ടിത്തരണം, അല്ലെ അതുപോലെ ഉണ്ടായ നഷ്ടം നികത്തിത്തരണം. കൊടുക്കുകയാണ്, ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, ഉടനെ വലിയ വലിയ പുള്ളികൾ കയറിയിരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, കോൺട്രാക്ടർക്കുള്ള നഷ്ടപരിഹാരം പരിഹരിക്കാൻ കൊടുക്കുക. അവിടെയും ലാഭമാണ്. ഇത് പറഞ്ഞു കേൾക്കുന്ന രീതി മനസ്സിലാക്കുമ്പോൾ ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കോൺട്രാക്റ്റാണ്. സാധാരണഗതിയിൽ ഓരോ പദ്ധതികളും ഇങ്ങനെ കോൺട്രാക്റ്റ് ഉറപ്പിക്കുമ്പോൾ നിശ്ചിതമായ വിഹിതം അതിന് ഭരണതലപ്പത്തുള്ള ആളുകൾക്ക് ഇടനിലക്കാർ വഴി എത്താറുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഉന്നത സ്ഥാനത്ത് നിന്നിരുന്ന ആളുകൾ ആരൊക്കെയാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത്, അവർക്കെല്ലാം കോടികൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അനുബന്ധമായി എർത്തായി നിന്ന ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇവരെല്ലാവരും ശബ്ദിക്കാതിരിക്കുന്നത് ഇതുകൊണ്ടാണ്. കുറച്ച് പരിസ്ഥിതിവാദികളും കുറച്ച് മനുഷ്യസ്നേഹികളും മാത്രമാണ് ഇപ്പോൾ വയനാടിനെ കുറിച്ച് വിലപിക്കുന്നത്. വികസന വിരോധികളും. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കാലം മറക്കും. വീണ്ടും രാഷ്ട്രീയക്കാർ അവരെ ഇച്ഛാശക്തിക്ക് അനുസൃതമായി ഭൗമശാസ്ത്ര വിദഗ്ധരുടെയോ പരിസ്ഥിതി വിദഗ്ധരുടെയോ എല്ലാം അഭിപ്രായങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരവരുടേതായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തും, കോൺട്രാക്റ്റ് കൊടുക്കും. അതിലുള്ള കമ്മീഷൻ മാത്രമായിരിക്കും ഇവരുടെ എല്ലാവരുടെയും താല്പര്യം എന്നതാണ് പല കാര്യങ്ങളിൽ നിന്ന് നാം
നാം മനസ്സിലാക്കുന്നത്. ദേശീയപാത കെട്ടിയുയർത്തി എത്ര ഇടങ്ങളിൽ ദേശീയപാത ഇടിഞ്ഞു. അതിന് ഇപ്പോൾ സാറ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആ വാക്ക് ഉദ്ധരിച്ചവർ പറയും ഞങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് അത് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അവിടെ എന്ത് പറയാൻ സാധിക്കും? അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സമ്പത്തും രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിതവും ജീവനുമെല്ലാം കൊള്ളയടിക്കുന്ന തരത്തിൽ, ഇല്ലാതാക്കുന്ന തരത്തിൽ ഇത്തരം പ്രവൃത്തികൾ തടയപ്പെടേണ്ടത് തന്നെയാണ്. ഏത് സർക്കാർ വന്നാലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വികസനത്തിനും തീരുമാനം കൈക്കൊള്ളണം. പക്ഷേ അത് ജനങ്ങളുടെയും ഭൂമിയുടെയും ആവാസ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ടോ അതിനെ നശിപ്പിച്ചുകൊണ്ടോ ആയിരിക്കരുത് എന്നുള്ളതാണ് പറയാൻ.